ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ വീണ്ടും ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ കുക്കിംഗ് ചാനലായി മാറില്ല, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യം അതായത് കൊണ്ട് ഞാൻ ഇന്ന് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. സോ ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ചിക്കൻ ഡ്രാഗൺ ചിക്കന് വേണ്ട പോലെ ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ. സോ നമ്മൾ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം. ഇനി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടാണ് കളറിന്. ഇനി നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ അടുത്തത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. മതി. ഇനി നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ജിഞ്ചർ പേസ്റ്റ് ആണ്. ഇനി ഗാർലിക് പേസ്റ്റ്, ഇനി ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടയുടെ ഇതിലാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോണത്. ഓക്കെ ഗൈസ്, നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം, മുട്ട പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, നമുക്കിത് എന്തോ പല്ലിൻ്റെ മുട്ടയുടേത്. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് കണ്ടിട്ട് കുറച്ചുകൂടെ ഉപ്പ് വേണമെന്ന് തോന്നുന്നു. ഗൈസ്, നമുക്കിനി ഈ ചിക്കൻ മാറ്റി വെക്കാം. ഗൈസ്, അപ്പൊ നമ്മള് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നേരം നമ്മൾ ഇതിന് വേണ്ട വെജിറ്റബിൾസ്, ക്യാപ്സിക്കം, ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇതൊക്കെ ഞാൻ തോല് കളഞ്ഞ് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതൊക്കെ അരിഞ്ഞെടുക്കാം വേഗം. One eternity later. ഇനി നമുക്ക് വെളുത്തുള്ളി വട്ടത്തില് ചെറുതാക്കി അരിയാം.
ഗൈസ് നമുക്കിനി വെളുത്തുള്ളി പ്ലേറ്റിലേക്ക് വെക്കാം. ഗൈസ് ഇതെല്ലാം അരിഞ്ഞത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ 10-15 മിനിറ്റ് അല്ല, അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ്. ഇത് ഒനിയൻ, ക്യാപ്സിക്കം, വെളുത്തുള്ളി, പിന്നെ ഇത് ഉണക്കമുളക് വേണം, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കോൺഫ്ലോർ ഇട്ട വെള്ളമാണ്, ഇത് ആവശ്യമുണ്ട്. പിന്നെ തക്കാളി ഡ്രാഗൺ ചിക്കനിൽ കഷ്ണമായിട്ട് ഇടാത്തത് ഇടും, പക്ഷെ ഞാൻ ഇടാണ്ടാത്തതുകൊണ്ട് കുറച്ച് അരച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈറ്റ് കളർ എള്ള് വേണം. പിന്നെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, പിന്നെ ഞാൻ ഷെസ്വാൻ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അടുത്തതിന് ചിക്കൻ വറുക്കാം ഗൈസ്. പിന്നെ കാഷ്യൂനട്ട് നമ്മൾ ഇതിലിടും, പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ കാഷ്യൂനട്ട് ഇല്ലാതെയാണ് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്നത്. ഗൈസ് ഞാൻ എല്ലാം മാച്ചിനാണ്, ഞാൻ അടുക്കളയ്ക്കും പാത്രത്തിനും എല്ലാത്തിനും മാച്ചിന് റെഡ് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഗൈസ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇതിൽ വെള്ളമുണ്ട് ഗൈസ്, വെള്ളം വറ്റിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ വറുക്കാനുള്ള എണ്ണയാണ് ഗൈസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു മാരിനേറ്റ് ചെയ്യാൻ, അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചു. ഞാൻ എല്ലാ പീസും സെപ്പറേറ്റ് ചെയ്യാണ് ഗൈസ്. ബിളുബിളുന്നാണ് ഗൈസ്. നമുക്ക് ചിക്കൻ ഇട്ട് തുടങ്ങാം. രണ്ട് ട്രിപ്പായിട്ട് ഞാൻ ഇടേണ്ടി വരും, ഒറ്റതിലെല്ലാം കൊള്ളില്ല. ഗൈസ് ഇത് നമ്മൾ ആദ്യത്തെ കുറച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ട്, കുറച്ചുകൂടെ ചിക്കൻ ബാക്കിയുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാൻ. ഗൈസ് നമുക്കിത് മറിച്ചിടാം. ഇതൊക്കെ ഒട്ടിപ്പിടിച്ച് ഒന്നായി, നമുക്ക് ഒറ്റയടിക്ക് മറിച്ചിടാം. ഓ കുട്ടി കിടക്കുന്ന വയസ്സെല്ലാം കൂടെ. പൊട്ടിത്തെറിച്ചു. ഓ എന്റെ കൈക്കൊക്കെ നിറയെ തെറിക്കുന്നത്. അത് ചട്ടുകത്തിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട് ഗൈസ്, അതുകൊണ്ടാണ്. ഗൈസ് ഇപ്പോൾ കുറച്ച് രണ്ട് സൈഡ് മൊരിഞ്ഞു, പക്ഷെ ഇത് വേവാൻ വേണ്ടി സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം നമുക്ക് വെക്കാം. അപ്പോൾ ഈ ഒട്ടിപ്പിടിച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ്. ചിക്കൻ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ സാധനം ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഞാൻ നല്ല ചൂടായ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്.
ഗൈസ് നമ്മളിപ്പോ രണ്ടാമത്തെ ട്രിപ്പ് ചിക്കൻ ഇട്ടു. ഇപ്പൊ ഫുൾ ചിക്കൻ ആയി. ഇനി ഇതും കൂടെ ആവണം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ചിക്കൻ. ഗൈസ് ഞാൻ ബാക്കി ചിക്കനും കൂടെ എടുത്തിടാൻ പോവാണ്. നമ്മൾ ചിക്കൻ ഫുൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ വറുത്ത മസാലയിലാണ് ഇതിന്റെ ഗ്രേവി നമ്മൾ ഉണ്ടാക്കാൻ പോണത്. സോ നമുക്ക് അടുത്ത അത് ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ ഇതിൽ അത് ഉണ്ടാക്കാൻ പോവാണ്. വേണമെങ്കിൽ അല്ല, വേണ്ട, കുറച്ച് ഈ എണ്ണ മതി. സോ ഇത് ഓൾറെഡി ചൂടായതുകൊണ്ട് ആദ്യം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഈ ഉണക്കമുളകും ഇട്ട് കൊടുക്കാം ഗൈസ്. ഇതൊന്ന് ഇളക്കിയിട്ട് ഇപ്പൊ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിടാൻ ഗൈസ്. ഇപ്പൊ തന്നെ ഞാൻ ഈ തക്കാളിയുടെ മിക്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇത് സിമ്മിലാക്കിയിട്ടൊന്ന് അടച്ചു വെക്കാം. ഇത് മൊരിയണ്ട, നമുക്ക് ഇതേപോലെ തന്നെ കിട്ടിയാൽ മതി. ഇത് വെന്തിട്ടുണ്ട് ഗൈസ്. കുറച്ചു നേരം കൂടെ വെന്തോട്ടെ. ക്യാപ്സിക്കത്തിന്റെ മണം പോയില്ല. ഓക്കെ ഗൈസ്, നമ്മളിനി ഇതിലേക്ക് ആ കോൺഫ്ലോറിന്റെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കാം ഗൈസ്. ഇനി കുറച്ച് സോയ സോസ്. ഇനി നമുക്ക് കുറച്ച് ഷെസ്വാൻ സോസ് ഞാൻ വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇളക്കാം. ഇനി ഭയങ്കര ടൊമാറ്റോയുടെ മണം. കുറച്ച് കുരുമുളക് പൊടി,
പിന്നെ കളറിന് നമുക്ക് കുറച്ച് കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കാം ഗൈസ്. നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിക്കാം. ഗൈസ് അതിലേക്ക് കുറച്ച് കബാബ് മസാല ഇടാൻ പോവാണ്. ഇതൊക്കെ എൻ്റെ വകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആക്ച്വലി കാഷ്യൂനട്ട് നമ്മൾ വെളുത്തുള്ളി ഇടുന്നതിൻ്റെ ഒപ്പമാണ് ഇടേണ്ടത്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളതൊന്നും ഞാൻ ഇട്ടില്ല. ഇനി നമുക്കിത് കുറച്ച് സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെക്കാം, മസാലയുടെ ഒപ്പം ചിക്കൻ ആവാൻ വേണ്ടിയിട്ട്. ഗൈസ് നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ വൈറ്റ് കളർ എള്ളിട്ട് കൊടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോഴത് ശരിക്കും ഇതിന്റെ ലുക്ക് ആവുള്ളൂ. നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാൻ. ഗൈസ് ഇതാണ് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ. ഓക്കെ ഗൈസ്, അപ്പൊ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്റെ ഡ്രാഗൺ ചിക്കൻ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് ഗൈസ്. ഗൈസ് നമുക്കിനി ഇത് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ കുഞ്ഞൂസിനെ വിളിക്കാം. വിളിക്കട്ടെ ഗൈസ്, അവള് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരാളെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനാണ് ഈ ഡ്രാഗൺ ചിക്കന്റെയും ചിക്കൻ ലോലിപോപ്പിന്റെയും ആള്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം ഗൈസ്. ഞാൻ ഡ്രാഗൺ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ആളെ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കാം. ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് ഡ്രാഗൺ ചിക്കൻ. ഇവിടെ ഡ്രാഗൺ ചിക്കൻ്റെ ആൾക്കാരാണ് രണ്ടുപേരും. നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്.